സുരേഷ് സാർ, ഏതായാലും നമുക്ക് ഇന്നത്തെ ഒരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൻ്റെ ഒരു ടൈം ആയിട്ടുണ്ട്. ജാസ്മിൻ, അത് കൂടാതെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് അറിയിക്കണം എന്നുണ്ടായിരുന്നു. അതായത് ക്യാബിനറ്റ് ഏതാണ്ട് 4600 കോടിയുടെ ഒരു സെമി കണ്ടക്ടർ പ്ലാന്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലിയർ ചെയ്തു എന്നുള്ള ഒരു ന്യൂസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ബെനിഫിറ്റ് ചെയ്യുന്നത് കൂടുതലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിനാണ്. പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസിന് കിട്ടിയ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയില്ല എന്നുള്ളത്. ഇപ്പോൾ ഞാനത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ എന്തുകൊണ്ട് ഈ സ്പോട്ട്ലൈറ്റിൽ ഒരു ബിസിനസ് പറയണമെന്ന് ആഗ്രഹിച്ചു എന്ന് വെച്ചാൽ ഇന്നത്തെ ബിസിനസ് ലൈനാണ്. ഇന്നത്തെ ബിസിനസ് ലൈനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതായത് ടാരിഫ് ഹൈക്ക് ഇമ്പാക്ട് ബസ്മതി എക്സ്പോർട്സ് ടു US ഡ്രോപ്സ് 13% ഇൻ April-June എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റും രസകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതിനകത്ത് ഈ ടാരിഫിൻ്റെ കാര്യം പറയണമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 90,000 ടൺസ് എക്സ്പോർട്ട് ചെയ്തിരുന്നത്. അതായത് ഞാൻ ഈ പറയുന്നത് April to June, അതായത് ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ നമ്മൾ ഏതാണ്ട് 90,000 ടൺസ് US എക്സ്പോർട്ട് ചെയ്തിരുന്ന ബസ്മതി റൈസ് ഇപ്പോൾ ഏതാണ്ട് 90,000 ടൺസിൽ നിന്ന് കുറഞ്ഞ് ഏതാണ്ട് 78,000 ടണ്ണായി കുറഞ്ഞിരിക്കുന്നു. അതായത് 13% ഡിപ്പ് എക്സ്പോർട്സിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു നെഗറ്റീവ് ന്യൂസാണ് ഇന്ന് പത്രത്തിൽ വന്നതെന്നുള്ള. അപ്പോൾ അത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്ത്യയിൽ നിന്ന് ബസ്മതി റൈസ് എക്സ്പോർട്സ്, അതായത് അവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും അതുമാത്രമല്ല ബംഗ്ലാദേശീസും പാകിസ്ഥാനീസും ശ്രീലങ്കൻസും ചൈനീസും ഒക്കെ ഒരുപാടുള്ള, അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഓറിയന്റൽ കൺട്രീസിലൊക്കെ ഒരുപാട് റൈസ് കൺസ്യൂമിംഗ് ആയിട്ടുള്ള പോപ്പുലേഷൻ US ഉള്ളപ്പോൾ തന്നെ ഈ റൈസ് എക്സ്പോർട്ട് അല്ലെങ്കിൽ ബസ്മതി റൈസ് എക്സ്പോർട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായിരുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ആഗ്രി എക്സ്പോർട്സ് ടു US-ൻ്റെ 6th പൊസിഷനാണ് ബസ്മതി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു $6 ബില്യൺ എക്സ്പോർട്ടാണ് നമ്മൾ അമേരിക്കയിലേക്ക് ചെയ്യുന്നതെന്നുള്ള. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സ്പോർട്ട് ഹിറ്റാവുന്നതോടുകൂടി ആർക്കായിരിക്കും ഇത് ബെനിഫിറ്റ് ചെയ്യേണ്ടത്? മിക്കവാറും പാകിസ്ഥാനായിരിക്കും. അപ്പോൾ പാകിസ്ഥാൻ ഏതാണ്ട് ഈ പറയുന്നത്, ഈ പാകിസ്ഥാൻ എന്തിനാണെന്നറിയോ? ഈ അസിം മുനീറിന്, അവിടുത്തെ ആർമി ചീഫിന് ഈ കുരു പൊട്ടിയിട്ട് നമ്മുടെ ഇൻഡസ് വാലിയിലെ ഡാമിനെ ശരിക്കും പറഞ്ഞാൽ മിസൈൽ വെച്ച് തകർക്കെന്ന് പറയാൻ കാര്യം അവരുടെ അഗ്രികൾച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് മിക്കവാറും ഏതാണ്ട് ഇൻഡസിൽ നിന്ന് വരുന്ന ആ ഒരു റിവറാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഇതുകൊണ്ട് ബെനിഫിറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനാണ്. 19% ഉള്ളൂ അവർക്ക് ടാരിഫ്. അപ്പോൾ അവർക്ക് ഇതിൽ നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ ഷോർട്ടേജ് അവർക്ക് ബാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് രസകരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതിനകത്ത് ഞാൻ നോക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ 1997 റൈസ് ടെക് എന്ന് പറഞ്ഞൊരു അമേരിക്കൻ കമ്പനിക്ക് ഈ ബാസ്മതി റൈസിന്റെ ട്രേഡ് മാർക്ക് അവർക്ക് കിട്ടി. പക്ഷെ പിന്നെ അവർ പറഞ്ഞു ഈ ഒരു ജനറിക് ആയിട്ടുള്ള, അമേരിക്ക തന്നെ അത് ശരിക്കും പറഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്തു എന്നുള്ള, അതായത് ജനറിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിന്റെ നെയിം നിങ്ങൾ ട്രേഡ് മാർക്കായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ വെച്ചിട്ട് ഇപ്പം അങ്ങനെയില്ല. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പല പ്ലെയേഴ്സും ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഇപ്പം ടാരിഫ് കാരണം ശരിക്കും പറഞ്ഞാൽ എക്സ്പോർട്ട് വേണ്ട രീതിയിൽ ഇടിഞ്ഞു എന്ന് നമ്മളിപ്പോൾ ഡേറ്റ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പഞ്ചാബിൽ, അതായത് ഈ 70 കൊല്ലം മുമ്പേ, അതായത് ഈ പഞ്ചാബിലെ അമൃത്സറിൽ ബൈലൈൻസിലൊക്കെ തുടങ്ങിയ ഒരു ചെറിയൊരു കമ്പനി ഉണ്ടായിരുന്നു. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്മോൾ റൈസ് ട്രേഡിംഗ് ബിസിനസ് ആയിട്ടാണ് അവർ തുടങ്ങിയത്. അവർക്ക് ഈ ഫാൻസി മെഷീൻസും ബിഗ് വെയർ ഹൗസസ് ഒന്നും ഇല്ലായിരുന്നു. അവിടെ നിന്ന് ശരിക്കും പറഞ്ഞു, പക്ഷേ അവർക്ക് ആകെപ്പാടെ അറിയാമെന്നുള്ളത് ഈ പറയുന്ന പോലെ റൈസിനെ കുറിച്ച് നല്ല നോളജും ഉണ്ടായിരുന്നു, ക്വാളിറ്റിയെക്കുറിച്ച് ഭയങ്കര കോൺഷ്യസും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ ശരിക്കും പറഞ്ഞാൽ 1978 അവരൊരു ബോൾഡ് സ്റ്റെപ്പ് എടുത്ത് ഒരു ബ്രാൻഡ്, ഒരു ചെറിയ കമ്പനി, ചെറിയ ബൈലൈനിൽ അമൃത്സറിൽ തുടങ്ങിയ കമ്പനി ഒരു ബ്രാൻഡ് ലോക്കലായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തു. ആ ബ്രാൻഡിൻ്റെ പേരാണ് ദാവത്ത്. നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ഈ അരി ഇരിക്കുന്ന സെക്ഷനിൽ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2-3 ബ്രാൻഡ് കാണും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഈ പറയുന്ന പോലെ ബസ്മതി റൈസ് ബ്രാൻഡാണ് ദാവത്ത് എന്ന് പറയുന്ന ബ്രാൻഡ്. അത് കൂടാതെ തന്നെ സെയിം കമ്പനിയുടെ തന്നെയാണ് വരുന്നത് ഹെറിറ്റേജ്, പിന്നെ അതൊരു ദേവായ എന്ന് പറഞ്ഞൊരു ബ്രാൻഡും കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ദാവത്ത് എന്ന് പറയുന്ന ബ്രാൻഡാണ് സൂപ്പർ മാർക്കറ്റിൽ കാണുന്നത്. ബസ്മതി റൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ പോകുന്നത് ഇന്ത്യ ഗേറ്റും ഈ പറയുന്ന പോലെ ദാവത്തും തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബ്രാൻഡുകളൊക്കെ ബിലോങ് ചെയ്യുന്ന കമ്പനിയാണ് LT ഫുഡ്സ്. ഈ LT ഫുഡ്സിന് ടാരിഫ് കൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടോ? ടാരിഫ് കൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്പോട്ട്ലൈറ്റിലേക്ക് ഇത് അവതരിപ്പിച്ചത് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ദാവത്ത് എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റഡ് ബ്രാൻഡ്, കിച്ചൻ്റെ ഒരു ട്രസ്റ്റഡ് ബ്രാൻഡ്, അതായത് ബസ്മതി റൈസിൽ ഒരു ട്രസ്റ്റഡ് ബ്രാൻഡായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ ബസ്മതി റൈസിന് ശരിക്കും പറഞ്ഞാൽ എബ്രോഡൊക്കെ ഭയങ്കര ഡിമാൻഡ് ഉണ്ട്. LT ഫുഡ്സ് അതിൻ്റെ ഒരു മെയിൻ പ്ലെയർ ആണ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അവർ അമൃത്സർ പഞ്ചാബിലൊക്കെ ആണെങ്കിലും അവർ തിരിച്ച് അവർ ബിസിനസ്സൊക്കെ ഒന്ന് കുറച്ച് വികസിപ്പിച്ച് വന്നപ്പോൾ അവർ ഗുർഗാവൺ ഹരിയാനയിലേക്ക് മാറി. കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഈ സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ആണ് ഗുർഗാവൺ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹരിയാനയും പഞ്ചാബുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട്, അതായത് റൈസ് സോഴ്സ് ചെയ്യാനുള്ള കണക്ഷനും. അതുമാത്രമല്ല
പോർട്ടുകളായിട്ടുള്ള മുന്ദ്ര പോർട്ട്, കണ്ടല പോർട്ട്, JNPT ആയിട്ട് കണക്ട് ചെയ്യുന്ന നല്ല റെയിൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചറും ഗുർഗാവോണിൽ നിന്നുണ്ട്. ഇപ്പോൾ ഗുർഗാവോൺ എന്ന് പറഞ്ഞാൽ ഇതെല്ലാ ഫെസിലിറ്റീസും സമന്വയിപ്പിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഗുർഗാവോണിലേക്ക് അവർ മാറി എന്നുള്ളതാണ്. 1990, അതായത് അതുവരെ അവരൊരു ഡൊമസ്റ്റിക് പ്ലെയറായിരുന്നു. 1990 ആയപ്പോഴത്തേക്കും അവർ ശരിക്കും പറഞ്ഞാൽ അവരൊരു എക്സ്പോർട്ട് ചെയ്തു പോകാൻ തുടങ്ങി. അപ്പോൾ ഈ ഗുർഗാവോണിൽ ഉണ്ടായത് കാരണം ഈ JNPT വഴിയൊക്കെ അവർ എക്സ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റിലേക്കാണ് അവർ എക്സ്പോർട്ട് ചെയ്തിരുന്നത് എന്നുള്ള. 2014 അവരൊരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു. കാര്യം വെച്ചാൽ അവർ US റോയൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, റോയൽ ബ്രാൻഡ്. ആ റോയൽ ബ്രാൻഡ് റൈസ് കമ്പനിയെ അവർ അക്വയർ ചെയ്തു US എന്നുള്ളതാണ്. അതിനുശേഷം 5 കൊല്ലം കൊണ്ട് നമ്പർ 1 സെല്ലിംഗ് ബസ്മതി റൈസ് ബ്രാൻഡായിട്ട് അവർ ഈ റോയൽ ബ്രാൻഡിനെ മാറ്റി എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇന്നിപ്പോൾ ആ LT ഫുഡ്സ് ഏതാണ്ട് 65-ൽ പരം രാജ്യങ്ങളിലേക്ക് ഇവരെ ബസ്മതി റൈസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവർ ബസ്മതി റൈസ് കൂടാതെ തന്നെ അടുത്ത കാലത്ത് പുതിയൊരു ബ്രാൻഡ് ഇറക്കിയിട്ടുണ്ട്, ദാവത്ത് എക്കോ ലൈഫ്. ദാവത്ത് എക്കോ ലൈഫ് എന്ന് പറയുന്നത് ഓർഗാനിക് ഫുഡ്സാണ്. കാര്യം ഇവരുടെ സ്റ്റഡി അനുസരിച്ച്, ഈ ലോകത്തിലൊരു സ്റ്റഡി അനുസരിച്ച് ഈ ഓർഗാനിക് ഫുഡ് ഗ്ലോബൽ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നത് 230 ബില്യൺ ആണ്. ഏതാണ്ട് എല്ലാ ഇയറിലും 11% CAGR ഗ്രോ ചെയ്യുന്നതാണ് ഈ ഓർഗാനിക് ഫുഡ് ഇൻഡസ്ട്രി. ഇപ്പോൾ ഇന്ത്യയിൽ അതിനേക്കാളും ഫാസ്റ്റസ്റ്റ് ആയിട്ടാണ് 21% CAGR ആണ് ഗ്രോ ചെയ്യുന്നത്. അതായത് കൂടുതൽ മില്ലനിയൽസും ഈ ജനറേഷൻ Z അവരൊക്കെ ജെൻസി ആൾക്കാരും ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിൽ ഓഫീസ് ഗോയേഴ്സ് ഒക്കെ, അതായത് ഈ ടെക്കികളും ഈ സ്റ്റാർട്ടപ്പുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ രാവിലെ ഈ ഓർഗാനിക് ഫുഡ്സ് പാക്ക് ചെയ്തുകൊണ്ട് പോവുക, അല്ലെങ്കിൽ ഓർഗാനിക് മില്ലറ്റ്സ് ഇങ്ങനത്തെ ഒക്കെ മേടിക്കുക എന്നുള്ളൊരു കൾച്ചറിലേക്ക് പലയിടത്തും മാറുന്നതായിട്ട് കാണുന്നുണ്ടെന്നുള്ള. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ എക്കോ ലൈഫ് എന്ന് പറയുന്ന ബ്രാൻഡ് ശരിക്കും പറഞ്ഞാൽ ഇവർ B2B ആയിട്ടാണ് ഇറങ്ങിയത്. ആദ്യം 1999 ഇവർ ശരിക്കും പറഞ്ഞാൽ ഇത് B2B പ്രോജക്റ്റ് ആയിട്ട്, അതായത് ബിസിനസ് ടു ബിസിനസ് മാത്രമേ അവർ ചെയ്തുള്ളൂ. പിന്നെ അത് കൺസ്യൂമർ ബ്രാൻഡായിട്ട് മാറി. എക്കോ ലൈഫ് അവർ ബ്രാൻഡ് ചെയ്ത് എക്കോ ലൈഫ് ആക്കി മുന്നോട്ട് പോയി. ഇന്ന് ഏതാണ്ട് FY25 റവന്യൂവിൻ്റെ 11% കോൺട്രിബ്യൂട്ട് ചെയ്യണത് ഈ പറയുന്ന പോലെ ഓർഗാനിക് ഫുഡ്സ് ആണെന്നുള്ളതാണ്. പിന്നെ ഇത് പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഇവരുടെ അനലിസ്റ്റ് പ്രസൻറ്റേഷൻ ഉണ്ട്. അതായത് ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനികൾ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇവരൊരു PPT പ്രസൻറ്റേഷൻ ഇവർ NSEയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും, ഇവരുടെ കമ്പനി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. നമുക്ക് ഈ സ്ക്രീനർ പോലുള്ള സോഫ്റ്റ്വെയറിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ കോൺഫറൻസ് കോളിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ്, അതുകൂടാതെ കോൺഫറൻസ് കോൾസിൻ്റെ റെക്കോർഡിംഗ്, അതുകൂടാതെ ഈ PPT ഒക്കെ ഒരു കമ്പനിയുടെ ഗൈഡൻസും റിസൾട്ട്സ് ഒക്കെ എന്തായിരുന്നു എന്ന് പറയുന്ന ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷനാണ്. ഞാൻ അതിലേക്ക് വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അവരുടെ ഇന്ത്യൻ ബിസിനസ്, അവരുടെ ടോട്ടൽ ബിസിനസ്സിൻ്റെ ഇന്ത്യൻ ബിസിനസ്സിന് 31%, അമേരിക്ക ഏതാണ്ട് 43%, പിന്നെ കോണ്ടിനെന്റൽ യൂറോപ്പ് ഏതാണ്ട് 18%, പിന്നെ മിഡിൽ ഈസ്റ്റ് ആൻഡ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് 8% ആണ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക, ഇന്ത്യൻ ബിസിനസ് 31%, അമേരിക്കൻ ബിസിനസ് 43%, യൂറോപ്പ് 18%, മിഡിൽ ഈസ്റ്റും മറ്റുള്ള രാജ്യങ്ങളോട് ചേർന്ന് 8%. അപ്പോൾ ഡൊമസ്റ്റിക് ബിസിനസ് 31% മാത്രമേ ഉള്ളൂ. ബാക്കി 70% ഈ പറയുന്ന പോലെ പുറത്തോട്ടുള്ളതാണ്. അതിൽ ഈ പറയുന്ന പോലെ 43% US ബിസിനസ്സാണ്, വിച്ച് ഈസ് സബ്ജക്ട് ടു ടാരിഫ് റൈറ്റ് നൗ. അവിടെയാണ് ആ ബിസിനസ് ഇടിഞ്ഞേക്കണത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ള. ഇത് കൂടാതെ ഇത് മാത്രമല്ല, ഇവർക്ക് എക്കോപ്യൂർ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സിഡറി കമ്പനി ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യുന്ന പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അതായത് അവർ ചെയ്യുന്നത് ഈ ഓർഗാനിക് സോയ്ബീൻ മീലാണ്. ഈ ഓർഗാനിക് സോയ്ബീൻ മീലിന് ഒരു കൗണ്ടർ വെയിലിംഗ് ഒരു ഡ്യൂട്ടി വെച്ചിട്ടുണ്ട് അമേരിക്ക, 340%. അപ്പോൾ ഇവരുടെ സബ്സിഡറിക്ക് അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തു എന്നുള്ള. ബട്ട് അതിനെക്കുറിച്ച് മാർക്കറ്റ് വെറിയാത്തെന്നറിയോ, ടോട്ടൽ റവന്യൂവിൻ്റെ 0.5% മാത്രമേ ഉള്ളൂ ഈ സോയ്ബീൻ മീൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ റവന്യൂവിൽ വലിയ ഇമ്പാക്റ്റ് ആ 340% കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി വെച്ചത് കാരണം ഇല്ല എന്നുള്ള. ബട്ട് ബസ്മതി റൈസിന് അത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത് വളരെ സത്യകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ FY24-25 റവന്യൂ അവരെ നോക്കുകയാണെങ്കിൽ 8770 കോടി റവന്യൂ എന്ന് പറയുമ്പോൾ $1 ബില്യൺ കൂടുതൽ റവന്യൂ വന്നു എന്നുള്ള കാര്യം. ഇപ്പം ഈ പറയുന്ന പോലെ റവന്യൂ 8770 കോടിയാണ്. ഇപ്പോൾ ഡോളറായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ 1 ബില്യൺ ഇസ് എ വെരി സൈസബിൾ എമൗണ്ട്. ഇറ്റ് ഇസ് എ ബിൽ. അതായത് നമ്മളിപ്പോൾ US സംസാരിക്കുമ്പോൾ ഹൂ ഈസ് LT ഫുഡ്സ്, ഇറ്റ് ഈസ് എ കമ്പനി ഇൻ ഇന്ത്യ വിച്ച് ഡസ് എ ടേൺ ഓവർ ഓഫ് USD 1 ബില്യൺ എന്ന് പറയുമ്പോൾ അതൊരു വളരെ വെയിറ്റ് ആണ് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 612 കോടിയാണെന്നുള്ള. മാർക്കറ്റ് പ്രൈസ് 462 ആയിരുന്നു ഞാൻ ഈ റിപ്പോർട്ട് എഴുതാൻ നേരത്ത്. അതായത് മാർക്കറ്റ് ക്യാപ്പ് 16,000 കോടി എന്നുള്ളതാണ്. ഇതിൻ്റെ ഡെപ്റ്റ് ഇക്വിറ്റി വളരെ ചെറുതാണ്, അതായത് 0.16%. ഡെപ്റ്റ് ഇല്ല, നെഗ്ലിജിബിൾ ഡെറ്റ് എന്ന് തന്നെ പറയാം. ROCE 21% ആണ്, ROE 16.8%. അതായത് ഈ പറയുന്ന ഫിനാൻഷ്യൽ റേഷ്യോസ് ഒക്കെ ഹെൽത്തിയാണ്. ഈ കമ്പനി വലിയ പ്ലെയറാണ്, പക്ഷേ ഇതൊരു കമ്മോഡിറ്റി ബിസിനസ്സാണ് കേട്ടോ. അതായത് ഈ റൈസിൻ്റെ ഈ കൾട്ടിവേഷനും ഫാമിങ്ങും സോവിങ്ങും ഒക്കെ അനുസരിച്ച് അതിൻ്റെ പ്രൈസ് മാറുന്നതനുസരിച്ച് ഇവർക്ക് ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരാം. പക്ഷേ അത് ഇവരെങ്ങനെയാണ് അതിനെ കോമ്പൻസേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ബ്രാൻഡിന്
ഒരു പൊസിഷൻ ചെയ്തിട്ട് ബ്രാൻഡിന് ഒരു പ്രൈസിങ് പവർ ഉണ്ടാക്കിയിട്ടാണ് ഇവർ മാർജിൻ കീപ്പ് ചെയ്യുന്നത്. അതായത് നമ്മൾ ബ്രാൻഡിനെയാണ് മേടിക്കുന്നത്. അതുകൊണ്ട് റൈസിൻ്റെ വില ഇപ്പോൾ ലൂസ് ആയിട്ടുള്ള അരി മേടിക്കുന്നതും ബ്രാൻഡഡ് അരി മേടിക്കുന്നതും തമ്മിലുള്ള നമ്മുടെ മനസ്സിൽ തന്നെയുള്ള ഒരു വ്യത്യാസം അവരായിട്ട് കൊണ്ടുവന്ന്, അതായത് LT ഫുഡ്സും KRBL ഒക്കെ കൊണ്ടുവന്ന് ഒരു ട്രിക്ക് ആണെന്നുള്ളതാണ് പറഞ്ഞു വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ എല്ലാവരും എന്താ പറയുക നോ ബ്രെയിനർ ട്രേഡാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, അതായത് ഡൊമസ്റ്റിക് ബിസിനസ് ചെയ്യുന്ന കമ്പനികൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ കൂടുതൽ നോക്കുന്നത് ഇപ്പോൾ ഏതൊക്കെ സെക്ടറുകളും ഏതൊക്കെ ബിസിനസ്സുമാണ് അഫക്റ്റ് ചെയ്തേക്കണേ. ഇപ്പോൾ ഇനി ഇൻഡോ US റിലേഷൻഷിപ്പ് നന്നാവുകയാണെങ്കിൽ തിരിച്ചതിലൊരു നല്ല റാലി വന്നേക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. പക്ഷേ ഇത് ഞാൻ ഈ പറയുന്നത് ഒരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസോ ആയിട്ടോ കണക്കാക്കരുത്. നിങ്ങൾ രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിനെ കണ്ട് മാത്രം നിങ്ങളുടെ സ്റ്റോക്ക് പിക്കിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുക. എനിക്കോ ജാസ്മിനോ ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ഹോൾഡിങ്സ് LNT ഫുഡ്സിൽ ഞങ്ങളുടെ റിലേറ്റീവ്സിനും ഇല്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ LT ഫുഡ്സ് എന്ന് പറയുന്ന ഒരു ബിസിനസ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് ഞാനൊരു ന്യൂസിൽ നിന്നാണ്. ആ ന്യൂസിൽ നിന്നും വേറിട്ട രീതിയിൽ നിങ്ങളെ കാണാനായിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ പ്രേരിപ്പിക്കുന്നത്. അതായത് അതിപ്പോൾ ഇന്ന് തന്നെ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ അത് വലുതായിട്ട് നെഗറ്റീവ് ഒന്നുമല്ല, അതൊരു ഏതാണ്ട് ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവ് ബയസിലാണ് അത് ഓപ്പൺ ചെയ്തേക്കണേ. ഏതാണ്ട് ഹൈയിൽ നിന്ന് ഒരുപാട് താഴെ പോയിട്ടും ഇല്ല എന്നുള്ള. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത്രയും ടാരിഫ് ഉണ്ടായിട്ടും മാർക്കറ്റിന് ഇത്രയും അറിയാഞ്ഞിട്ടും ഇത്രയും അനലിസ്റ്റുകൾക്ക് അറിയാഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ ഈ സ്റ്റോക്ക് ഇത്രയും താഴേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള അക്കാഡമിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പോട്ട്ലൈറ്റിൽ LT ഫുഡ്സ് ഇന്ന് അവതരിപ്പിച്ചത്. ജാസ്മിൻ ഓർഡർ. തീർച്ചയായിട്ടും ഏതായാലും ഒരുപാട് സ്റ്റോക്കിൻ്റെ ഒരു ഫണ്ടമെന്റൽ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും തന്നെ ഒരു റെക്കമെൻഡേഷനോ അഡ്വൈസോ അല്ല, തീർച്ചയായിട്ടും ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് വരുന്ന മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും.